4 തരം സ്റ്റാഫുണ്ട്. പെർഫോമൻസിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ 4ആയിട്ട് നമ്മുടെ സ്റ്റാഫിനെ തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പാണ് എ ടൈപ്പ്. 1-ാം തരം സ്കിൽഡ്, 1-ാം തരം പെർഫോമിങ്, അല്ല 1-ാം തരം കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ ഒരു സ്റ്റാഫ് ഇല്ല. ഒരാളുണ്ട്. ആരാ? കാരണം അവരെ 10,000, 20,000, 30,000, 50,000 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല. അവരെ നല്ല കോർപ്പറേറ്റുകൾ പൊക്കിക്കൊണ്ടുപോകും. കാരണം ദേ ആർ ദാറ്റ് മച്ച് ടാലൻറ്റഡ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളതാരാ? ബി, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഈ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറും നമ്മളും മാത്രമേ ഉള്ളൂ. ആശാനും വിളക്കുമെന്ന് ഇതിന് പറയും ഇവിടെ ഉള്ളതിപ്പോൾ. പിന്നെ ഒരു എണ്ണമുണ്ട്, 4-മത്തത്. അതിൻ്റെ പേരാണ് ഡി. ഡിയുടെ പ്രത്യേകത എന്താ? പെർഫോമൻസും കുറവാണ്, കമ്മിറ്റ്മെൻറ്റും കുറവാണ്. കാരണം എന്താ? ഇവൻ ഫ്രഷറാണ്. ഇവനൊന്നും മനസ്സിലായിട്ടില്ല എന്തും ഇവിടെ നടക്കുന്നതെന്ന്. വന്ന് കയറിയതേ ഉള്ളൂ. ഇൻഡസ്ട്രി അറിയത്തില്ല, മാർക്കറ്റും അറിയത്തില്ല, പ്രൊഡക്റ്റും അറിയത്തില്ല, ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ ആരുണ്ട്? സി. സി ഈസ് ഫോർ ക്യാൻസർ. അത്യാവശ്യം പണിയെടുക്കും. പറഞ്ഞു വിടാൻ നമ്മുടെ മുന്നിൽ ഒരു ന്യായീകരണവും ഇല്ല. കാരണം ഇവൻ പണിയെടുക്കുന്നുണ്ട്, ശമ്പളത്തിനുള്ള പണി. പക്ഷേ എപ്പോൾ തക്കം കിട്ടിയാലും മുതലാളിയെ 4 തന്തയ്ക്ക് പോകും. പ്രൊഡക്റ്റിനെ 4 കുറ്റം പറയും, കമ്പനിയെ 4 കുറ്റം പറയും, കോമ്പറ്റീറ്ററെ 4 പൊക്കി പറയും. അപ്പം ഈ കമ്പനി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? എ, നമ്മൾ. എ ആരാ? നമ്മൾ. നമ്മുടെ കൂടെ ഓടുന്ന ഇവനും. ഇവരിങ്ങനെ കമ്പനി വലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരുത്തൻ ജോയിൻ ചെയ്തു. ജോസഫ് ഏട്ടോ, നമ്മൾ ഇവനെ പറഞ്ഞ് എങ്ങോട്ട് വിടും? ട്രെയിനിങ്ങിന്. ആരുടെ കൂടെ വിടും? ഫീൽഡിൽ. സിയുടെ കൂടെ. വണ്ടിയുടെ പുറകെ ഇരിക്കുക ഇവൻ. ചോദിക്കും, എങ്ങനുണ്ട് ചേട്ടാ കമ്പനി? ഒന്നും അറിയാതെ വന്ന് ഇല്ലയോ? എൻ്റെ പൊന്നു കുഞ്ഞേ, അറിയാവുന്നവർക്കൊന്നും കൊടുക്കല്ലേ ഈ കോപ്പ്. ചൈനയിലെങ്ങാണ്ട് വേണ്ടാതെ കിടന്ന സാധനമോ. എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഞാനൊന്ന് കൊടുത്തിട്ട് ആ തള്ള ഇപ്പം എന്നെ കണ്ടാൽ പോലും മിണ്ടത്തില്ല, എൻ്റെ വീട്ടിലും കയറത്തില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നേകോ ആർക്കും കൊണ്ട് കൊടുക്കരുത് കേട്ടോ. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ തലയിൽ വെച്ച് കെട്ടിയേരാം. ട്രെയിനിങ്ങാ. സാറെങ്ങനെയുണ്ട്? ഇന്നലെ അങ്ങോട്ട് പോയപ്പോൾ ബിവറേജിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ട് സാധനം മേടിക്കും. പിന്നെ അവിടെ അക്കൗണ്ടൻറ്റ് ചേച്ചിയായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടെന്ന്. ട്രെയിനിങ്ങാ. ഇവൻ എന്തുവാ ചെയ്യുന്നത്? ഈ ക്യാൻസർ പതുക്കെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കയറ്റിവിടും. ഇപ്പം നമ്മൾ റോയിച്ചേട്ടാ ലാലേട്ടനെ പോലെ ഒരു സൈഡ് തളർന്നിങ്ങനെ നടക്കുക ആണോ? എന്തായി? അപ്പം നിങ്ങൾ ആലോചിക്കുക, എന്താ എന്നിട്ട് ഇവനെ പറഞ്ഞു വിടാൻ പറ്റുമോ? നമ്മുടെ ഭാര്യയുടെ ആങ്ങളെയാ, നമ്മുടെ അളിയൻ, നമ്മുടെ കുഞ്ഞമ്മയുടെ മോളാ, നമ്മുടെ അനിയനാ, ചിലയിടത്ത് നമ്മുടെ വാപ്പയായാലും ആരായാലും ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യുന്ന ക്യാൻസറിന്? മുറിച്ച് കളയും. എത്ര ദിവസമാണ് നോട്ടീസ് പീരീഡ് കമ്പനിയിൽ? 3 മാസം. അടിപൊളി, 3 മാസം. ഈ 3 മാസം ഇവൻ ഇവിടെ ഇരുന്ന് എന്തുമായിരിക്കും ചെയ്യുന്നത്? ക്യാൻസറിനെ കണ്ടെത്തിയാൽ അന്ന് വൈകുന്നേരം വരെ സമയം കൊടുക്കരുത്. എപ്പോഴാണോ കണ്ടെത്തുന്നത് അപ്പോൾ കട്ട് ചെയ്യുക. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഇവൻ ഇവിടെ ഇരുന്നുണ്ടാക്കാൻ പോകുന്ന നഷ്ടത്തിൻ്റെ 10-1 വരത്തില്ല. ഇത് പഠിക്കണമെങ്കിൽ എവിടെ വരണം? അത് പഠിപ്പിക്കണമെങ്കിൽ കപ്പിത്താൻ വേണോ? ഈ തരികിട നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണിക്കുന്നവന്മാരെ പിടിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ ഇന്ന് മലയാളത്തിൽ ഒരാളെ ഉള്ളൂ. അത് ഈ കപ്പിത്താനാണ്.